ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ആൻഡ് വെൽക്കം ടു FAQ സെഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ FAQ സെഷനിലും നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആര് ചോദിക്കും? ഞാൻ ചോദിക്കും. ഓക്കെ, എന്തായിരുന്നു? വിൽ വെയിറ്റ് അൺടിൽ ഐ റിട്ടേൺ. നമ്മുടെ ഇതിലുണ്ടായിരുന്നതാ. അതിന് പകരം നമുക്ക് വെയിറ്റ് ഫോർ മീ എന്ന് ചോദിക്കാമോ എന്ന് വെച്ചാൽ വിൽ യു വെയിറ്റ് അൺടിൽ ഐ റിട്ടേൺ പകരം വെയിറ്റ് ഫോർ മീ എന്ന് ചോദിക്കാം. ഇതിപ്പോ രണ്ട് സെന്റൻസ് ആയി പോകും, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയല്ലേ. വിൽ യു വെയിറ്റ്, ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമായിരിക്കും. വെയിറ്റ് ഫോർ മീ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കൂ എന്ന് പറയുന്നതായിരിക്കും. സോ ഒന്നൊരു ചോദ്യം, ഒന്നൊരു സ്റ്റേറ്റ്മെന്റും ആണ്. സോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ട് സെന്റൻസസും കറക്റ്റ് ആണ്. ഞാൻ അഡ്വൈസ് ആൻഡ് അഡ്വൈസിന്റെ ഡിഫറൻസ് എന്താണ്? അതായത് ഒരു സിയും ഒരു എസും. അതിലെ അഡ്വൈസ്, സി എന്ന് പറയുന്നത് നൗൺ ആണ്, അതായത് ഉപദേശം എന്ന് പറയാം. എസ് എന്ന് പറയുന്നത് വേർബ് ആണ്, ഉപദേശിക്കുക. അതാണ് റൈറ്റിംഗ്. പ്രൊനൗൺസിയേഷൻ രണ്ടിന്റെയും കറക്റ്റ് അല്ലേ? സെയിം ആണ്. ഇനി അടുത്തത് ഞാൻ വി ബെറ്റർ വെയർ മാസ്ക് കറക്റ്റ് ആണോ? നമ്മുടെ ഹാഡ് ബെറ്ററിന്റെ വീഡിയോ ഉണ്ട് താഴെ വന്നത്. ഹാഡ് യൂസ് ചെയ്യണോ നിർബന്ധമുണ്ടോ? ഇല്ല, വി ബെറ്റർ വെയർ മാസ്ക് കറക്റ്റ് ആണ്. അതുപോലെ യൂസേജ് ആണ് ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. എക്സാമിലൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, SSLC എക്സാംസ്, PSC പരീക്ഷ, അതിലൊക്കെ വരും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പൊ അതിന് ചിലപ്പോൾ ബെറ്റർ ഉണ്ടാവില്ല. വി ഹാവ് ബെറ്റർ, വി ആർ ബെറ്റർ, വി ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വി ഹാഡ് ബെറ്റർ ആണ്. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ യൂസേജ്, അതൊരു ശൈലിയാണ്, ഇറ്റ്സ് എ ഫ്രേസ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അകത്ത് ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറയാൻ മതി, ഇറ്റ്സ് അനദർ യൂസേജ്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന പോലെ സംസാരിക്കാം, ബട്ട് വി ഓൾവേസ് ഓപ്റ്റ് ഫോർ ദ ബെറ്റർ ഓപ്ഷൻ അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഹാഡ് ബെറ്റർ എന്നുള്ള യൂസേജ് നമ്മൾ പഠിപ്പിച്ചത്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സംസാരിക്കണമെങ്കിൽ യു കൻ ഗോ ഫോർ ഹാഡ് യൂസേജ്. മറ്റതും കറക്റ്റ് ആണ്. ഇനി അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊനഷ്ട ചോദ്യമൊക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് വരുന്നത് നീ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാ? കൃത്യമായിട്ട് എണ്ണി 4ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ഇത് വന്ന് ആവി പിടിക്കുക. അത് ആരോട് ചോദിച്ചോളൂ? എന്നോടല്ലേ? അല്ല, അതിനോടാ ചോദിക്കണ്ടേ? എനിക്കറിയില്ല. എന്നോട് ഞാൻ പറയാം. ഓക്കെ, ആവി പിടിക്കുക അതിന്റെ ഇംഗ്ലീഷ് നമ്മളെ കുറച്ച് വെള്ളം കുടിപ്പിച്ച ക്വസ്റ്റ്യൻ ആയത്. നമ്മൾ കുറേ സെർച്ച് ചെയ്തു. കാരണം ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ആദ്യമേ ഇൻഹെയിൽ സ്റ്റീം എന്നായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് തന്നെ അങ്ങോട്ടൊരു വിശ്വാസം വരുന്നില്ല, ഒരു സുഖം കിട്ടുന്നില്ല. ഇൻഹെയിൽ സ്റ്റീം ഒരു സുഖമില്ല, എക്സാക്ട് ട്രാൻസ്ലേഷൻ ആയി പോലും. പിന്നെ ഉള്ള പരസ്യം മൊത്തം കണ്ട് ആവി പിടിക്കുന്ന കുറെ ആവി പിടിക്കുന്ന പരസ്യം കണ്ടു. എങ്ങനെ ആവി പിടിക്കാം എന്നൊക്കെ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത് ചോദ്യത്തിന് വേണ്ടി നമ്മൾ എന്താ സെർച്ച് ചെയ്തതെന്ന് അറിയാം. നിങ്ങൾ പുണ്യം ചെയ്യണം, പുണ്യം അല്ലേ? തീർച്ചയായും. അപ്പം ഈ ആവി പിടിക്കുക എന്നുള്ളത് നമുക്ക് ടു ഇൻഹെയിൽ സ്റ്റീം എന്ന് പറയാം. ഇനി ആവി പിടിക്കുക ഒരു നൗൺ ആസ് സച്ച് പറയണമെങ്കിൽ ആവി പിടിക്കുന്ന പ്രോസസ് സ്റ്റീം ഇൻഹലേഷൻ എന്ന് പറയാം. കാരണം നമ്മൾ അവസാനം ഹോം റെമഡീസ് ഫോർ കോൾഡ് അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ അതിന്റെ അകത്ത് വന്നതാണ് ഇറ്റ് ഇസ് ബെറ്റർ ടു ഇൻഹേൽ സ്റ്റീം, അല്ലെങ്കിൽ സ്റ്റീം ഇൻഹലേഷൻ ഇസ് എ ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്റ്റീം ഇൻഹലേഷൻ ഞങ്ങൾ ആദ്യമേ ഇൻഹേൽ സ്റ്റീം എന്ന് എടുത്തായിരുന്നു, പക്ഷെ അതൊരു സുഖമില്ലല്ലേ. അത് എക്സാക്ട് ട്രാൻസ്ലേഷൻ ആയിപ്പോയി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ യൂസേജ് അറിയാമെങ്കിൽ കോമെന്റിലോ. അടുത്തത് ഞാൻ ഇതും ഇച്ചിരി അയ്യോ ടോപ്പ്. നീ ഇതുവരെ എക്സ് പോലെ ആയിട്ടില്ലേന്ന് ഒരു കോമന്റ് ഉണ്ട്. XXL സൈസ് പോലെയാണോ? എനിക്കറിയില്ല, മനസ്സിലായില്ല കേട്ടോ എന്താണ്. നമുക്ക് നീ ഇതുവരെ XS പോലെ ആയില്ലേ? അതെങ്ങനെ ചോദിക്കും? Haven't you yet become like XS? Why haven't you become like XS yet? എന്തുകൊണ്ടാണ് നീ ഇതുവരെ എക്സസിനെ പോലെ? ഹാവന്റ് യു ബിക്കം ലൈക്ക് എക്സസ് യെറ്റ്? ഇതുവരെ എക്സസിനെ പോലെ ആയില്ലേ? എന്താണ് എന്തോ ഈ എക്സസ്? എന്നിട്ട് ആൾക്കാർ ആറന്റ് എന്നത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആറന്റിന്റെ ഒരു പ്രശ്നം, അതായത് നമ്മൾ ഇതുവരെ എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ തൊട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് നിലവിലത്തെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആറന്റ് യു റെഡി? നീ റെഡി ആയില്ലേ എന്നാണ്. haven't you got ready yet എന്ന് നമ്മൾ ചോദിക്കത്തില്ല. aren't you ready yet എന്ന് ചോദിക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. till now ഇതെല്ലാം present perfect ലാണ് വരുന്നത്. yet till now എന്നുള്ളതൊക്കെ. ഓക്കെ എന്നോട് which perfume what perfume difference എന്താണെന്നുള്ളത്
വിച്ച് അതാ പെർഫ്യൂമിന്റെ താഴെ വിച്ചും വാട്ടും വിച്ചിന്റെ വാട്ടിന്റെ ഡിഫറൻസ് എല്ലാവർക്കും അറിയാം. വാട്ട് എന്ത്, വിച്ച് ഏത്. അപ്പൊ ആ ഏത് എന്നുള്ളത് വിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വേണം. ഇതില് രണ്ടില് ഏതാണ്? ഞാൻ 2 പെർഫ്യൂം വച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കണം പെർഫ്യൂമിന്റെ പേര് ഒന്ന് ബ്ലൂ എന്നും ഒന്ന് പിങ്ക് എന്നും നമുക്ക് വിചാരിക്കാം. ബ്ലൂവും പിങ്കും എൻ്റെ ഉണ്ട്. വിച്ച് പെർഫ്യൂം ഡു യു ലൈക്ക്? അപ്പൊ ഇറ്റ് മേക്ക് സെൻസ്. അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വിച്ച് പെർഫ്യൂം എന്ന് ചോദിക്കുന്നത് കുറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വാട്ടാ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുന്നത്. അതെ, ദാറ്റ്സ് എ ബെറ്റർ എക്സാമ്പിൾ. കണ്ടോ, സൂപ്പർ. അത് ഓർത്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. വിച്ച് ഇസ് യുവർ നെയിം എന്ന് ചോദിക്കില്ല, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? If she had been here, she would have discouraged me. അല്ലേ? അല്ലെങ്കിൽ ഇഫ് ഷീ ഈസ് ഹിയർ, ഉണ്ടായിരുന്നെങ്കിലും വന്നതുകൊണ്ട് നമുക്ക് ഷീ ഈസ് ഹിയർ. കാരണം ഒന്നാമത് ഡിസ്റ്ററൈസ് ചെയ്തുകൊണ്ടിരിക്കും. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിലും കൂടി മാച്ച് ആവുന്നില്ല കേട്ടോ. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയില്ലല്ലോ. ചെയ്തിരുന്നേനെ അങ്ങനെ പറ്റുള്ളൂ. ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ബട്ട് ഇഫ് ഷീ ഹാഡ് ബീൻ ഹിയർ ഷീ വുഡ് ഹാവ് ഡിസ്കറേജ്ഡ് മീ. അതായത് ഇവിടെ ഉണ്ടായിരുന്നേനെ അവളെന്നെ ഡിസ്കറേജ് ചെയ്തേനെ. ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് നമ്മൾ പറയില്ലല്ലോ. സോ ബട്ട് സെന്റൻസ് ട്രാൻസ്ലേഷൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഡിസ്കറേജ് ചെയ്യുന്നല്ലേ, അത് സംഭവം ഇതാണ്. അവളിവിടെ ഉണ്ടെങ്കിൽ എന്നെ ഡിസ്കറേജ് ചെയ്യും എന്നാണെങ്കിൽ ഇഫ് ഷീ ഈസ് ഹിയർ ഷീ വിൽ ഡിസ്കറേജ് മീ എന്നുള്ളത് പറയാം. അടുത്തത് എന്നോട് അവൻ എന്നെ പോലും വിളിക്കില്ല പിന്നെയല്ലേ നിന്നെ. എന്നെ പോലും വിളിക്കില്ല പിന്നെയല്ലേ നിന്നെ. ഹി വോണ്ട് ഈവൻ കോൾ മീ ലെറ്റ് അലോൺ യു. ലെറ്റ് അലോൺ എന്ന് പറയുമ്പോ പിന്നെയല്ലേ എന്നുള്ള അർത്ഥമാണ്. അതിലാരോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലേ എന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമ്മുടെ ലെവൽ ടെസ്റ്റ് പാലുകാച്ചെന്നുള്ളതിന് ഹൗസ് ക്ലീനിങ് സെറമണി. ഹൗസ് ക്ലീനിങ് മാത്രല്ല, ഞാൻ ഇന്നലെ അവനെ കണ്ടപ്പോൾ എന്നുള്ളത് ഐ സോ ഹിം ടുഡേ എന്നോ അങ്ങനെ എന്താണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അപ്പൊ ഇന്നലെ എന്നുള്ള വാക്കിന് പോലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ടുഡേ എന്നുള്ള വാക്ക്. അത് കാരണം എന്താണെന്നറിയോ, മലയാളം കുറച്ച് ഈ വാക്കുകളാണല്ലോ കൊടുക്കുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്. അപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തന്നെ കൺഫ്യൂസ്ഡ് ആവണം. അപ്പൊ ഇവർ ഈ വാക്കുകൾ ചേർത്ത് ഒരുമിച്ച് ഈവൻ ഫ്രഞ്ച് പോലും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പലതവണ മിസ്റ്റേക്കാ പറഞ്ഞത്. സോ ഡു നോട്ട് ട്രസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഈ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മലയാളം അല്ല ഇംഗ്ലീഷ് വാക്ക് പിന്നെ സെന്റൻസ് വരുമ്പോഴത്തേക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കൺഫ്യൂസ് ആയി പോവാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ വെരി ഫേമസ് ലാംഗ്വേജ്. മലയാളം ഇറ്റ്സ് എ റീജിയണൽ ലാംഗ്വേജ്, ഗ്ലോബൽ ലാംഗ്വേജ് ഒന്നും അല്ല. സോ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് കമ്പ്യൂട്ടറിന്. ഒരു സെന്റൻസിന് തന്നെ നമുക്ക് പല ഇതില് പറയാം. കണ്ടിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി രണ്ടും ഒരു സാധനം തന്നെയാ. പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, അതും ചോദിച്ച അങ്ങനെ ചോദിക്കല്ലോ. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പൊ മലയാളം കോംപ്ലിക്കേറ്റഡ്, പക്ഷെ ഇംഗ്ലീഷ് സിമ്പിളാ. അതുകൊണ്ട് മലയാളത്തിൽ നമുക്ക് ഒരു സെന്റൻസ് തന്നെ പല വിധത്തിൽ ചോദിക്കാം, പക്ഷെ ഇംഗ്ലീഷിൽ പല വിധത്തിൽ ചോദിക്കാം. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. മലയാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ലാംഗ്വേജ്. ഇപ്പൊ ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് മലയാളം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് അല്ലേ. ഫ്രഞ്ച് ഒക്കെ എന്ത് പാടാന്നറിയാം പഠിക്കുന്നത്. ഞാൻ ഇഷ്ടമായിട്ടായിരുന്നു ഇപ്പൊ എല്ലാം കളിച്ചോണ്ടിരിക്കുക അവിടെ. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പം പിന്നെ എക്സാക്ട് ട്രാൻസ്ലേഷന് പോകരുത് ഗൈസ്, പ്ലീസ് ഗോ ഫോർ ദ സിമിലർ ട്രാൻസ്ലേഷൻ. എക്സാക്ട് ട്രാൻസ്ലേഷന് പോകരുത്. അപ്പോൾ അടുത്തത് അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കണം. There is a small tone in your pants. കറക്റ്റ് ആണോ? അല്ല, ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ V3 ഫോം ഓഫ് ടയർ ആണ്. സോ ടോൺ നമ്മൾ ഹാവ് ടോൺ, ഹി ഹാസ് ടോൺ ദ പേപ്പർ അങ്ങനെയൊക്കെ പറയുള്ളൂ. സോ ഇതിൽ നമ്മൾ there is a small tear on your pants. In your pants അല്ല, on your pants. On your clothes. There is a stain on your shirt എന്നാണ് പറയുന്നത്. So when it comes to clothes, in അല്ല on. In your pants എന്ന് പറയുമ്പോൾ ട്രൗസേഴ്സ് അല്ല പോക്കറ്റ്സിൻ്റെ അകത്തുള്ളതാണ്. അപ്പം ഇൻ യൂസ് ചെയ്യില്ല, ഓൺ ആണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് ഡേ ആഫ്റ്റർ ടുമോറോ വൺ വേർഡിലൊന്ന് പറയുമോ? ഡേ ആഫ്റ്റർ ടുമോറോ ഓവമാറോ. പക്ഷെ അത് നമ്മുടെ വീഡിയോന്റെ താഴെ വന്നത്. അതിനൊക്കെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരെയെന്ന്. പക്ഷെ ഓവമാറോ യൂസ് ചെയ്യില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല കേംബ്രിഡ്ജിൽ ഇത് അക്സെപ്റ്റഡ് ആണോ. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കറിയില്ല. ഈ അർബൻ ഡിക്ഷണറീസ് ഒക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്കതിനും വേർഡ് ഉണ്ട്. ലാസ്റ്റ് ഈവനിങ്ങിനും വേർഡ് ഉണ്ട്. ഡേ ബിഫോർ യെസ്റ്റർഡേക്ക് എന്തുവാ
എന്തോ ഒരു വേർഡ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഒരു വേർഡ് ഉണ്ട്. ബട്ട് ദീസ് ആർ നോട്ട് അക്സെപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്സെപ്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് കുറവാണ്. ഡേ ആഫ്റ്റർ ടുമോറോ ഒക്കെ ഡേ ആഫ്റ്റർ ടുമോറോ തന്നെ പറഞ്ഞാൽ മതി. ഐ വിൽ വിസിറ്റ് യു ഓവർമോറോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുതെന്നല്ല പറയുന്നത്. ഇഫ് യു വാണ്ട് യു ക്യാൻ. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യണ്ടേ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി വാക്കുകൾ, ഇനി വീഡിയോ വേണ്ടേ, ഇത് വേണ്ടേ. അപ്പൊ അടുത്ത കമന്റ്സ് നിറച്ചോളൂ, കുത്തി നിറച്ചോളൂ. അതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ വരുന്ന കോമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമന്റ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് പ്രാക്ടീസ് ചെയ്യണം. അതെ, അത് തന്നെ. അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്രാക്ടീസ് ഇസ് ദ കീ. പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും കോഡിങ് ആക്ടിവിറ്റിയും ഒക്കെ നൽകി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ. This is Krishna signing off from English Mithra. English Mithra. Stop worrying, start learning.